ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾ പ്രോസസ്സ്, നമ്മുടെ ആക്ടിവിറ്റി, ഒരു ഹ്യൂമൻ ബോഡി ഇൻടേക്കും യൂട്ടിലൈസ് ചെയ്യുന്ന ഫുഡിൽ കൂടെ നമുക്ക് നമ്മുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റെഗുലേഷൻസ്, റിപ്പയറിങ് ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അതിനാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡിൽ കൂടിയാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. സോ ഈ ന്യൂട്രിയൻസ് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഡിസീസസ് നിന്നൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം സോളോയും ചെയ്യുന്ന ഫുഡ് തൊട്ട് നമ്മുടെ ഡൈജഷൻ വരെ പ്രോപ്പർ ആവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ മേജറായിട്ടുള്ള ഡെഫിഷ്യൻസി സിംറ്റംസോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ന്യൂട്രിയൻസിനെ തന്നെ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട്, മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് പറയാം. മാക്രോ ന്യൂട്രിയൻസ് എന്ന ബോഡിക്ക് അത്യാവശ്യം ലാർജ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഫൈബർ, പ്രോട്ടീൻസ്, ഇതൊക്കെ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മുടെ ബോഡിക്ക് വേണം. പക്ഷേ സ്മോൾ ക്വാണ്ടിറ്റീസിൽ, വളരെ ചെറിയ ക്വാണ്ടിറ്റീസിൽ വേണ്ടതൊന്നാണ് മൈക്രോ ന്യൂട്രിയൻസ്. അത് നമ്മുടെ മിനറൽസും വൈറ്റമിൻസും. സോ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റീസിൽ വേണ്ട സാധനങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് വളരെ കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് വരാം, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് വരാം. അതാണ് മാക്രോയും മൈക്രോ. അപ്പോൾ ന്യൂട്രിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് സേവിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഹെൽത്തി ഡയറ്റിനും ഒരു ഹെൽത്തി ബോഡിക്കും ന്യൂട്രിയൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്.